ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു മോണിറ്ററാണ്. നിങ്ങളൊരു 10,000 റേഞ്ചിൽ അല്ലെങ്കിൽ 10,000 താഴെ നിങ്ങളൊരു മോണിറ്റർ നോക്കുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരു ഫുൾ HD മോണിറ്റർ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആക്ച്വലി ഇപ്പോൾ റീസെൻ്റ്ലി ഒരു പ്രൊമോഷണൽ സംഭവമൊന്നുമല്ല. ഞാൻ ആക്ച്വലി ഒരു 24 ഇഞ്ചിൻ്റെ ഒരു മോണിറ്റർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വൈഫിന് വേണ്ടി വാങ്ങിച്ചാണ്. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പോലെ തന്നെ ഇത് 32 ഇഞ്ചിൻ്റെ സാംസങ്ങിൻ്റെ സ്മാർട്ട് മോണിറ്ററാണ്. ഇത് കുറച്ച് പ്രീമിയം പ്രൊഡക്റ്റ് ആണ്. ഇപ്പോൾ ഞാൻ വാങ്ങിച്ചതും ഇപ്പോൾ സാംസങ്ങിൻ്റെ തന്നെ ഒരു 24 ഇഞ്ചിൻ്റെ S3 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇത് ലേറ്റസ്റ്റ് മോഡലാണ് കേട്ടോ. എസെൻഷ്യൽ മോണിറ്റർ എന്ന് പറഞ്ഞിട്ട് ഇത് കൊള്ളുമെന്ന് അറിയില്ല. ഇത് നിങ്ങൾക്ക് ഇവിടെ പേര് കാണുന്നതായിരിക്കും. എസെൻഷ്യൽ മോണിറ്റർ S3 മോഡൽ എന്ന് പറഞ്ഞിട്ട് സംഭവമാണ്. ഇത് ആക്ച്വലി ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ബൈയിങ് പ്രൈസും കാണാനൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും. 15,500 രൂപയ്ക്കാണ് MRP കാണാനൊക്കെ. നമുക്ക് ഇപ്പോൾ ആക്ച്വലി ആമസോൺ ഗ്രേഡ് ഇന്ത്യൻ ഫെസ്റ്റിവലൊക്കെ ആയിട്ട് നമുക്ക് ഇതിന് 7,000 രൂപ ഡിസ്കൗണ്ട്, 7,000 രൂപ 7,500 രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പ്ലസ് നമുക്ക് എന്താ പറയുക, ക്രെഡിറ്റ് കാർഡ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ആക്സിസ് ബാങ്ക്, HDFC ബാങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു 1,000 രൂപ ഡിസ്കൗണ്ടും കാണാനൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതനുസരിച്ച് നമ്മുടെ സൈസ് അനുസരിച്ചാണ് 3 സൈസാണ് നമുക്ക് ഉള്ളത്: 22, 24, 27. അപ്പോൾ 27-നാണെങ്കിൽ 9,500 വരും, 24-നാണെങ്കിൽ 7,500 വരും. അത് പ്രൈസ് വാരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പ്രൈസ് എടുത്ത് പറയുന്നില്ല. അപ്പോൾ ഈ സാധനമാണ് നമ്മൾ വാങ്ങിച്ചിട്ട്. അപ്പോൾ എനിക്ക് 1 ഡേ ഡെലിവറി ആയിരുന്നു. ഇന്നലെ ഓർഡർ ചെയ്തു, ഇന്ന് കാലത്ത് തന്നെ സാധനം വന്നു. ഞാൻ ആക്ച്വലി ഫിറ്റൊക്കെ ചെയ്തു, നമ്മൾ ടെസ്റ്റിങ്ങുകളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര സ്ലിം ആയിട്ടുള്ള സാധനം ഉണ്ട്, ലൈറ്റ് വെയിറ്റ് ആണ്. ഈ സാധനം കണ്ടോ, നല്ല ക്വാളിറ്റി സാധനം, ഭയങ്കര സ്ലിം ആകണ്ടോ, ഒരു വെയിറ്റും ഇല്ല. ആക്ച്വലി ഈ ഒരു സ്റ്റാൻഡല്ലോ, ഇതിൻ്റെ വെയിറ്റ് ആണ്. ഇതെല്ലാം പ്ലാസ്റ്റിക് ആണ് കേട്ടോ, മെറ്റലൊന്നുമല്ല, പ്ലാസ്റ്റിക്കിൻ്റെ. ഇതിൻ്റെ ഒരു വെയിറ്റ് ആണല്ലോ. ശരിക്കും ഈ മോണിറ്റർ മാത്രമാണെങ്കിൽ ഒരു വെയിറ്റും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നുമില്ലാത്തൊരു അവസ്ഥയിലത്തെ വെയിറ്റ് ആണ്. ഭയങ്കര തിന്നാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയണ്ടായിരിക്കും. ഇവിടെ ഒരു പോർഷൻ ഉണ്ട്, അതിൻ്റെ മാത്രം ഒരു സൈസ് വരുന്നുണ്ട്. പിന്നെ നമുക്കിത് വാൾ മൗണ്ടിങ് ഒക്കെ ഓപ്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി മോഡൽ കാണുന്നുണ്ടായിരിക്കും. പിന്നെ നമുക്ക് ഇതിൻ്റെ പവർ ബട്ടണും സ്വിച്ചൊക്കെ ഇവിടെയാണ് വരുന്നത്. പിന്നെ നമുക്കൊരു ഒരു പവർ ബട്ടൺ വരുന്നുണ്ട്. പിന്നെ ഒരു നോർമൽ PC ഇൻപോർട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു HDMI കേബിളും വരുന്നുണ്ട്. 3 പോർട്ടാൽ വരുന്നുള്ളൂ. ബേസ് വേരിയൻ്റ് ഒരു ബേസ് മോഡൽ ടൈപ്പ് സാധനമാണ് കേട്ടോ. നല്ല ഡിസ്പ്ലേ ആണ്, നല്ല ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണ്. ഞാൻ എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു എന്താ പറയുക, ഒരു സ്ക്രീൻ ഗാർഡ് പോലത്തെ ഒരു സാധനം ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇത് എടുക്കുന്നില്ല, നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ഇവിടെ സ്ക്രീൻ ഗാർഡ് പോലത്തെ ഒരു സാധനം കാണുന്നത് 25 വാട്ടിൻ്റെ എന്താ പറയുക. ഞാൻ എന്തായാലും ഇവിടെ വയ്ക്കാം. ഞാൻ ഇവിടെ കുത്തി കാണിച്ചു തരാം. അപ്പം എൻ്റെ ഈ ഒരു ലാപ്ടോപ്പിൽ ഞാൻ കുത്തി കാണിച്ചു തരാം കേട്ടോ. എന്താ ഇരിക്കാത്ത വരിക, ഇതാണ് സംഭവം. സാംസങ്ങിൻ്റെ ലോഗോ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഈ മോട്ടോറോയുടെ OLED ഡിസ്പ്ലേ ആണ് അത്. അപ്പോൾ അതിൽ ഞാൻ കുത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഇങ്ങനെ കുറച്ച് ബുക്ക്ലെറ്റ്സുകളും സംഭവങ്ങളൊക്കെ കിട്ടി. വാറണ്ടി ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ എന്താ പറയുക, ഇൻസ്റ്റാളേഷൻ ഗൈഡ്, വാറണ്ടി ഡോക്യുമെൻറ്റ്, 1 ഇയർ വാറണ്ടി കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയത്. പിന്നെ നമുക്ക് എന്താ പറയുക, ഒരു പവർ അഡാപ്റ്ററും കിട്ടി, ഒരു HDMI കേബിളും കിട്ടിയിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പവർ അഡാപ്റ്ററാണ് നമുക്ക് കിട്ടുക. അത്യാവശ്യം ഭയങ്കര ലെങ്ത് ആയിട്ട് വരുന്നൊരു പവർ അഡാപ്റ്ററാണ്. 2+2 പോലത്തെ ഒരു മോഡലാണ് കേട്ടോ. ഇങ്ങനെ കണക്ട് ചെയ്യുന്ന മോഡലാണ്. 25 വാട്ടിൻ്റെ ആണ് കേട്ടോ. 2 പോർട്ടാണ്, 3 പോർട്ടല്ല. എർത്ത് ഇല്ലാത്ത മോഡൽ കോട്ടിംഗ് ആണ് കേട്ടോ. പിന്നെ ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റി സാംസങ്ങിൻ്റെ തന്നെ ഒരു HDMI കേബിളും കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് കണക്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഈസി പരിപാടിയാണ്. ഇപ്പം ഞാൻ ഇതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ കുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ബാക്കിലാണ് പവർ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്കിത് ഓണാക്കുമ്പോൾ ലോഗോ അങ്ങനത്തെ ഒന്നും വരുന്ന പരിപാടികളൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ചുമ്മാ ഇതാണ്ട് ഒരു ഡിസ്പ്ലേ വരും. ഇത് നമുക്ക് അതിൻ്റെ കൺട്രോൾ സ്വിച്ചാണ്. അപ്പോൾ നമുക്ക് ഈ ബാക്കിൽ തന്നെ ആകെ ഒരു സ്വിച്ചിനുള്ള എല്ലാം കൊണ്ട് നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞാൽ ഒരു സ്വിച്ച് മാത്രമല്ല കേട്ടോ. കണ്ടു, ഇപ്പോൾ നമുക്ക് സെൽഫ് ഡയഗ്നോസ് അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിതെൻ്റെ ലാപ്ടോപ്പിൽ ഞാൻ വേണമെങ്കിൽ കുത്തി കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ഞാൻ കുത്തി കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ OLED ഡിസ്പ്ലേ ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടായിരിക്കും. പക്ഷേ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ എന്തായാലും എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് കാര്യങ്ങളൊക്കെ വെച്ച് കാണിച്ചു തരാം. നല്ല പ്രൈസ് കുറവില് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നല്ല വാല്യൂ ഫോർ മണി പ്രൊഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധ്യത കേട്ടോ. എനിക്ക് കാർഡ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഒരു അപ്പോൾ ലോഗിൻ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കുത്തട്ടായിട്ട് ഇതിലിപ്പോൾ HDMI ഉണ്ട്. ഞാൻ എന്തായാലും കുത്താം. അപ്പോൾ ഞാൻ HDMI കേബിൾ നമ്മുടെ ഇതിലേക്ക് കുത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാ ഇതിലേക്ക് 12 ഓട്ടോമാറ്റിക് ഡിറ്റക്ട് ചെയ്ത് കൊണ്ടു. അപ്പോൾ ഇത് ഫുൾ ഇതല്ല. ഞാൻ ആക്ച്വലി ഇതിൻ്റെ ഐ സേവിങ് മോഡ് എനേബിൾ ചെയ്തൊക്കെയാണ്. അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഒരു ഉണ്ട്, ലാഗോ സംഭവങ്ങളൊന്നുമില്ല. നമുക്കിപ്പോൾ വീഡിയോ കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്യാൻ കുറച്ച് പാടുണ്ട്. എന്താ വെച്ചാൽ ചിലപ്പോൾ ഈ സംഭവങ്ങളൊക്കെ വരുമല്ലോ.
ഞാൻ വേണമെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയുക ചാനലിലത്തെ ഒരു വീഡിയോ തന്നെ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. എന്ന് വെച്ചാൽ ബാക്കി നമുക്ക് വേറെ സംഭവങ്ങളൊന്നും പ്ലേ ചെയ്യാൻ വകുപ്പില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിൻ്റെ ഒക്കെ ഒരു കുത്തൊഴുക്കാണ്. അപ്പോൾ ഇത് നമ്മുടെ 3ാമത്തെ ചാനലാണ് ഈ ഗുഡ് ഹാപ്പൻസി എന്നതായിട്ട്. അത് GHS അടിച്ചാലും മതി, ഗുഡ് ഹാപ്പൻസി എന്ന് അടിച്ചാലും കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ GHS ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ഷോർട്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഈ സംഭവം കേട്ടോ. അപ്പോൾ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ലേറ്റസ്റ്റ് വീഡിയോ കാണാം. ഞാൻ ഇതിലും നമ്മൾ ടെക്കും ഫിനാൻസൊക്കെയാണ് ഇടുന്നത്, മെയിനായിട്ട് ടെക്കും ഫിനാൻസ് തന്നെയാണ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ നമ്മൾ ഇട്ടുണ്ടായിരുന്നു ഫോൺ പേനെ കുറിച്ച്. അതുപോലെ തന്നെ ഇപ്പോൾ സാംസങ്ങിൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. സാംസങ് നമുക്ക് ഈ S24 അൾട്രേൻ്റെ വീഡിയോ ഇട്ടുണ്ട്. ഞാൻ എന്തായാലും ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോ തന്നെ ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഫുൾ സൗണ്ടൊക്കെ കുറേ കേട്ടോ. ഇത് അതിൻ്റെ ഇതിലാണ് വരുന്നത്. നമുക്കിത് ഫുള്ളാക്കാം. നിങ്ങൾക്ക് ഇത് മറ്റത് ഓയിലിൻ്റെ കേട്ടോ, ഇത് വെച്ച് കമ്പയർ ചെയ്യില്ല. പക്ഷെ എന്നാലും നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഇത് ചെറുതായിട്ടൊരു യെല്ലോയിഷ് വരുന്നത് നമ്മളത് സേവർ മോഡ് ഓണാക്കി വെച്ചാൽ അതുകൊണ്ടാണ് കേട്ടോ. പക്ഷെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ വരുന്നുണ്ട്. ഞാൻ ഇത് വാങ്ങിച്ച പ്രൈസ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ചിലപ്പോൾ 5000 രൂപയ്ക്ക് സാധനം എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ ആ പ്രൈസിനൊന്നും ഒരു കംപ്ലൈൻറ്റ് ഒന്നും പറയാനില്ല. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഓർഡർ പേജ് അടക്കം ഞാൻ എടുത്ത് കാണിച്ചിറങ്ങി. ഇപ്പോൾ പ്രമോഷണം വാങ്ങിയാന്ന് വിചാരിക്കുന്നുണ്ടാ. എന്നുവെച്ചാൽ കുറേ എണ്ണം ഉണ്ടല്ലോ അങ്ങനത്തെ ഇങ്ങനെ ഡയലോഗ് അടിക്കാൻ, അതിൻ്റെ ഒന്ന് പറയും. അതുകൊണ്ടാണ് കേട്ടോ 5500 രൂപയ്ക്കാണ് സാധനം കയ്യിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ കിടിലൻ ഡീലാണ് ഇത്. ആക്ച്വലി ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൻ്റെ ഒരു ഓഫർ തന്നെ ആയിരിക്കാനാണ് ചാൻസ്. എന്താ വെച്ചാൽ എന്തായാലും നമുക്ക് സാംസങ്ങിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഇതുപോലെ നല്ല ക്വാളിറ്റി ബ്രാൻഡ് ആയിട്ടുള്ള മോണിറ്ററൊന്നും ഈ റേഞ്ചിലൊന്നും കിട്ടില്ല. ഓഫ്ലൈൻ പിന്നെ നോക്കുക വേണ്ട, അത് വേറെ കാര്യം. അപ്പോൾ ഒരു ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാകുന്നില്ല. നല്ല പാക്കേജിങ് തന്നെയായിരുന്നു. എക്സ്ട്രാ പാക്കേജിംഗ് ഒന്നും ഉണ്ടാകുന്നില്ല. സാംസങ്ങിൻ്റെ ഒഫീഷ്യൽ പാക്കേജിങ് തന്നെ വന്നേട്ടാ. അതുകൊണ്ട് വേറെ സാംസങ്ങിൻ്റെ എക്സ്ട്രാ പാക്കേജിങ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ കാണുന്നുണ്ടായിരിക്കും. നല്ല ക്വാളിറ്റി സാധനം. സൗണ്ട് നിങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്, വലിയ കാര്യമുള്ള സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല. സൗണ്ട് എക്സ്ട്രാ സ്പീക്കേഴ്സ് ഇതിൽ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും പക്ഷേ ഇല്ല എന്ന് പറയുന്നത് തന്നെയായിരിക്കും ബെറ്റർ. എന്ന് വെച്ചാൽ ചെറുതായിട്ടൊരു സൗണ്ട് കേൾക്കുള്ളൂ. അപ്പോൾ സൗണ്ടിന് നിങ്ങൾ എക്സ്ട്രാ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അത്യാവശ്യം വില കൂടിയ മോണിറ്റർ വാങ്ങിച്ച് വെക്കേണ്ടി വരും. പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഒരു വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇത് ആക്ച്വലി ഒരു അത്യാവശ്യം റിഫ്രഷ് ആയിട്ടും ഗെയിമിംഗ് സീരീസും ഗെയിമിംഗ് മോഡ് കാണാനൊക്കെ വരുന്നുണ്ട് ഇതിൽ. ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾക്കൊരു നല്ലൊരു മോണിറ്റർ വേണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ടോപ്പ് പ്രയോറിറ്റിയിൽ നിങ്ങൾക്ക് വരുന്നത്. അതും കാർഡ് എന്ന് പറയുന്നത് കാർഡ് ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 6000 രൂപയ്ക്ക് കിട്ടും. മറ്റത് എനിക്ക് ആക്ച്വലി എക്സ്ട്രാ വേറെ സെപ്പറേറ്റ് പ്രൈസിങ്, എനിക്ക് വേറെ കൂപ്പണും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അങ്ങനെ കിട്ടിയതാണ്. പക്ഷേ നിങ്ങൾക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു 1500, 6500, 6000 ആ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഈ സാധനം നിങ്ങൾക്ക് ഡയറക്റ്റ്ലി വാങ്ങിക്കാൻ പറ്റും. 24 ഇഞ്ചിൻ്റെ 27 ആണെങ്കിൽ നമുക്ക് ഓഫറൊക്കെ കഴിഞ്ഞിട്ട് ഒരു 7500, 7800 ആ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് കിട്ടും. രണ്ടായാലും നല്ല വെറുത്തുനിന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും പറയാൻ വേണ്ടിയായിരുന്നു നമ്മൾ വീഡിയോ. എന്ന് വെച്ചാൽ കുറേ പേര് നമ്മൾ വീഡിയോ ഓൾറെഡി ചോദിക്കാറുണ്ട് മോണിറ്ററിനെ കുറിച്ചൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ഓൾറെഡി നിങ്ങൾക്ക് അവിടെ കാണുന്ന പോലെ 32 ഇഞ്ചിൻ്റെ സ്മാർട്ട് മോണിറ്ററാണ് സാംസങ്ങിൻ്റെ തന്നെ. പക്ഷെ അത് കുറച്ച് പ്രീമിയം മോഡലാണ് കേട്ടോ, അത് വേറെ കാര്യം. അത് 4K ആണ്. ഇത് പക്ഷേ സാധാ 1080p ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ പറയാം. S3 മോഡൽ എന്ന് അടിച്ചാൽ മതി കേട്ടോ. S3 എന്ന് അടിച്ചാൽ മതി. വേറെ ഒരു പുതിയ മോഡലാണ് സാംസങ്ങിൻ്റെ S3 മോഡൽ എന്നാണ് പറയുന്നത്. S3 ഫ്ലാറ്റ് മോണിറ്ററാണ്. സൂപ്പർ സ്ലിം ബോർഡർലെസ് ഡിസൈനാണ്. അത് സത്യം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ IPS പാനലാണ്, ഫുൾ HD ആണ്. അതുപോലെ തന്നെ 100 ഹെർട്സിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്, 5 ms സപ്പോർട്ട് വരുന്നുണ്ട്, പോർട്സ് HDMI ഉണ്ട്, VGA പോർട്ട് ഉണ്ട്, ഗെയിമിംഗ് മോഡ് ഉണ്ട്, ഐസേവർ മോഡ് ഉണ്ട്, വാൾ മൗണ്ടബിൾ ആണ്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. 2 ഡെലിവറിയും 1 ഡെലിവറി ഒക്കെ നമുക്ക് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾക്ക് നോക്കാം. HDMI കേബിൾ ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നോക്കാവുന്ന ഒരു കിടിലൻ ഒരു ബഡ്ജറ്റ് മോണിറ്റർ എന്ന് തന്നെ പറയാം സാധനം. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ കൊടുക്കാം കേട്ടോ, ആമസോണിൻ്റെ ലിങ്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിൽ ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫയർ ആണ്. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ 2 മെയിൻ ചാനൽസ് മാത്രമേ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മനസ്സിലേക്ക് നമ്മൾ ഒന്ന് ഷെയർ ചെയ്യാൻ ഓൾറെഡി കണ്ടില്ല നിങ്ങൾ GHS എന്നായിട്ട്. അതാണ് നമ്മുടെ മെയിൻ. ഇത് നമ്മുടെ പുതിയ ചാനലാണ് GHS വേൾഡുമായിട്ട് ഫുള്ളി ടെക്കാണ്. സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. ടെലിഗ്രാം ചാനലുണ്ട്, നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ ഫോളോ ചെയ്യാം കേട്ടോ. അടുത്ത കാണാം.